ഒരു ചെറിയ സർപ്രൈസ് വിളിക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം. എന്ത് അനന്തു എങ്ങനെയുണ്ടായി? ഞാൻ സർപ്രൈസ് ആയ അനന്തു ഹാപ്പി ആയ? ഭയങ്കര ഹാപ്പി. നീ വന്നപ്പോ തൊട്ടാണ് എനിക്ക് ബർത്ത്ഡേ ഒക്കെ സ്പെഷ്യൽ ആയി തുടങ്ങിയത്. അതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബർത്ത്ഡേ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ പിള്ളേരെ എന്തൊക്കെ പുറകെ കിടന്ന് കാണിക്കും. ഒരു വലിയ പൊക്കി പിടിച്ചോണ്ടിരിക്കണ്. ചേട്ടൻ അവിടെ എന്തോ ക്രീമൊക്കെ വരി തേക്കുന്നുണ്ടെന്നൊക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ കേട്ടോ. അപ്പൊ നമ്മളിന്ന് പോകാൻ പോവാട്ടോ. നമ്മളെല്ലാരും കൂടി ഇന്ന് പ്ലേ സ്റ്റേഷൻ മേടിക്കാൻ വേണ്ടി പോകുവാട്ടോ. വേറൊന്നുമല്ല, എന്റെ കെട്ടിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു വ്ളോഗ് തീരണത് അനന്തുവിന് ആ ഒരു സർപ്രൈസ് കൊടുക്കുന്നതോട് കൂടി ആയിരിക്കും. ഇന്നിപ്പോ നൈറ്റ് ഞങ്ങൾ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നാളെ ഈവനിങ് ഡിന്നർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പ്ലേ സ്റ്റേഷൻ കൊടുക്കണം. അതെ, അപ്പൊ നമുക്ക് പോകാം, പോയി പ്ലേ സ്റ്റേഷൻ മേടിക്കാം അല്ലേ? നമ്മളങ്ങനെ അനന്തുവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി പോകുവാട്ടോ. കുറെ നാളായിട്ട് എനിക്ക് ഹിന്ദിയും കാര്യങ്ങളും തരുന്നുണ്ട്. ചില സമയത്ത് റീലൊക്കെ അയച്ചു തരും കേട്ടോ. ചില വൈഫ് ഇല്ലേടാ, ഹസ്ബൻഡിന്റെ അടുത്ത് കൊടുക്കുന്ന റീലൊക്കെ ഇല്ലേ സർപ്രൈസ് ആണ്, അത് അയച്ചു തരും. അല്ലെങ്കിൽ ചില സമയത്തില്ലേ ഇങ്ങനെ പറയും, വെറുതെ ഇരിക്കണല്ലേ PS കളിക്കാരെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയൂ കേട്ടോ. അപ്പൊ ഹിന്ദി ഇട്ട് തരും. അപ്പൊ ഓർത്ത് ഈ ബർത്ത്ഡേക്ക് എന്തായാലും സാധിച്ചു കൊടുക്കാം, ആളുടെ ആഗ്രഹം അങ്ങോട്ട് നടത്തി കൊടുക്കാം. നല്ല ഓപ്ഷൻ ആയിരിക്കില്ലേ ഭർത്താവിനും കൂടി? നാളെ നിങ്ങളെല്ലാം വീട്ടിൽ വരും എന്നുള്ള പറഞ്ഞേക്കണേ. അപ്പൊ സെറ്റ് ചെയ്ത് കരാളെടുക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ ഇനി എല്ലാരും എന്റെ വീട്ടില് PS5 ഗെയിം കളിക്കാൻ വേണ്ടിട്ട്. അപ്പൊ സെറ്റ് വരട്ടെ, വെയിറ്റ് ചെയ്യാം. ഇത് ഫുള്ള് ഗെയിംസ് ആട്ടോ. ഇതിൽ ഏതാട്ടോ നല്ല ഗെയിം? ദ ലാസ്റ്റ് ഓഫ് അസ് അല്ലേ? ഇതൊന്നും വലിയ പിടുത്തൊന്നും ഇല്ലാട്ടോ, ഇവരൊക്കെ പറയുമ്പോഴറിയണേ. ഇത് സ്പൈഡർമാൻ, ഗോഡ് വാർ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാട്ടോ. അധികം വേണ്ട, ഒരു 2 മതി, ബാക്കി അന്ന് മേടിച്ചോളൂ. ഇപ്പൊ ഇതാണ് കേട്ടോ നമ്മള് കൊടുക്കാൻ പോണ ഐറ്റം. PS5 ആണ്, പ്ലേ സ്റ്റേഷൻ 5 പ്രോ വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ. പിന്നെ എക്സ്ട്രാ ഒരു കൺട്രോളറും കൂടി വേണം. ഇത് ഒരെണ്ണം അല്ലേ ഉണ്ടാവുള്ളൂ ഇതിന്റെ ഉള്ളിൽ? ഓക്കെ, ആ സെയിം തന്നെ ഒരെണ്ണം കൂടി തന്നാ മതി. ഈ ഒരു ഐറ്റത്തിന് നമ്മള് ഗേൾസ് ഡൈസം മേടിക്കണം, ഇത്രയും പൈസ ഉണ്ട് കേട്ടോ. ഒരു കൺട്രോളിന് 5000 ഒക്കെ. എന്താ ഗൈസ്, ഈ ആമ്പിളർക്ക് എന്താ ഇത്ര ക്രേസ് ഇതിനോടല്ലേ? ഓക്കെ, നമുക്ക് അപ്പൊ മേടിക്കാം കേട്ടോ. നല്ല റേറ്റ് ഉണ്ട്. ഇല്ല, സെറ്റ്. പക്ഷേ ഇല്ല, എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു PS5 വേണം എന്നുള്ളത്. അല്ല, സർപ്രൈസ് ചെയ്യാൻ പോവാ. താങ്ക് യു, എക്സൈറ്റഡ്. എന്തൊക്കെ സാധനങ്ങളാണ് ഗൈസ് ഈ ആമ്പിള്ളേർക്ക്, എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. ഞങ്ങൾക്കാണ് കോസ്റ്റ്ലി ഐറ്റംസ് എന്ന്. അൺടിൽ ഡൗൺ എടുത്തിട്ട് നമ്മള് ഗെയിം ആയിട്ട്. അങ്ങനെ നമ്മൾ ഫുൾ പർച്ചേസ് നടത്താൻ വേണ്ടി പോകുവാട്ടോ. ഗെയിം എടുത്തു, അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ കൺട്രോളർ എടുത്തു, PS5 എടുത്തു കേട്ടോ. അനന്തു ഇനി ഹാപ്പി ആകൂലായിരിക്കോ? ഹാപ്പി ആകോ? അതെ, ഹാപ്പി ആകുവാടാ. അതെ, ഞങ്ങളും ഹാപ്പിയാണ്. അതെ, ഞങ്ങൾ ഇനി അവിടെ തന്നെ ആയിരിക്കും. ഹരി, അസീം, തഹസീൻ രണ്ടുപേരും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു കേട്ടോ, ഐറ്റം കയ്യിൽ കിട്ടാൻ വേണ്ടിട്ട്. ബില്ല് കീപ്പ് ചെയ്യുക, ഞാൻ ഒന്ന് കറങ്ങിയിട്ട് വന്നിട്ട് നമുക്ക് സാധനം കളക്ട് ചെയ്യാം അല്ലേ? താങ്ക് യു. നമ്മളങ്ങനെ PS5 മേടിച്ച് കെട്ടിയോനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാ അല്ലെ? അതെ, കെട്ടിയോനെ സർപ്രൈസ് ചെയ്യാൻ മാത്രല്ല, ഈ ചേട്ടന്മാരുടെ സന്തോഷം കൂടിയാണ് ഞങ്ങളുടെ കയ്യിലിരിക്കണം. അതെ, അപ്പൊ പോട്ടെ, ഇത് കഴിഞ്ഞിട്ടില്ലേ ഇനി രാത്രി നമ്മളല്ല ഇവരെല്ലാരും കൂടി 12 മണിയാകുമ്പോ വീട്ടിലോട്ട് കേക്കും കൊണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് വരട്ടെ. ഇല്ല, വരില്ലേ? ഞാൻ മേടിച്ചത് കേക്ക്, നിങ്ങൾ ഇഷ്ടംമാര്. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അവരെന്തായാലും വരും. അപ്പൊ അവര് രാത്രി വീട്ടിലേക്ക് വരട്ടെ. ഞങ്ങളപ്പോ ഇതൊക്കെ പാക്ക് ചെയ്ത് വേഗം പോട്ടെ വീട്ടിലോട്ട്. ഈ ഒരു കേക്ക് നമ്മൾ എടുക്കുക കേട്ടോ, ബെൽജിയൻ ചോക്ലേറ്റ്.
ഹാപ്പി ബർത്ത്ഡേ അനന്തു. പോടി, നീ എപ്പോഴും ഇങ്ങനെ തന്നെ എല്ലാ വർഷവും എഴുതി തന്നെ. ബ്രോ ഹാപ്പി ബർത്ത്ഡേ അനന്തു. രാത്രി 10:30 കേക്കിന് വേണ്ടി വന്നേക്കും കേട്ടോ. കുറച്ചധികം ഷോപ്പുകൾ നോക്കി എല്ലാം അടച്ചു പോയി. ലാസ്റ്റ് നമ്മൾ പേട്ടയിലുള്ള ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കും കേട്ടോ. ചോക്ലേറ്റ് കേക്ക് അനന്തുവിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതാണ് നിനക്ക് ഓക്കെ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവരങ്ങ് ഏൽപ്പിക്കും കേട്ടോ കേക്ക്. ഞാൻ എന്നിട്ട് അനന്തുവിൻ്റെ കൂടെ പോവും. രാത്രി 12 മണിയാകുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നേക്കണം. കേക്ക് വേണം, പോടുന്നത് കേക്കും വേണം. കേക്കും വെച്ചിട്ട് നമുക്കിന്ന് സെലിബ്രേറ്റ് ചെയ്യാം. ബാക്കി ആഘോഷങ്ങളൊക്കെ നാളെ ഞാനെന്ത് സർപ്രൈസ് ആവുമെന്ന് നോക്കാം. അല്ലേ അല്ലേ? ഇവർ രണ്ടും ഏകദേശം ഒരുപോലെ ഇട്ടിരിക്കണം. എന്റെ കെട്ടിയോനും എന്റെ ചേട്ടത്തിയമ്മ. അയ്യാ, എന്റെ കെട്ടിയ നന്നായിട്ട് നിനക്ക് മുതുക്കായത് അല്ലട്ടാ. നാളെ 31. അപ്പൊ കേക്ക് ഇതേ പാക്ക് ചെയ്യണം കേട്ടോ. നല്ല ക്യൂട്ട് കേക്ക്. എവിടെ? അതെ, ഹാപ്പി ബർത്ത്ഡേ അനന്തു. ചേട്ടാ ഡി ഇല്ലായിരുന്നു കേട്ടോ. DHU അല്ല, DU ആണ്. ANDU. DH ഇല്ല. കുഴപ്പമില്ല. ഒരു വർഷം പോലും അനന്തുവിന് സ്വന്തം പേര് കേക്ക് മുറിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. മഴ, കേക്ക്, അമ്മു, കാറ്. ഓ, നല്ല ഫീല്. നമ്മുടെ പർച്ചേസിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. PS5 വന്നിട്ട് കാറിന്റെ ബാക്ക് സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട് സർപ്രൈസ് ആയിട്ട് നാളെ കൊടുക്കാൻ വേണ്ടി രാത്രി. ഇപ്പോൾ എന്നെ അനന്ത് വിളിക്കാനായിട്ട് വരും. കൂടെ ഞാൻ കയറി പോകും. 11 മണി ഏകദേശം 12 മണിയാകുമ്പോൾ ഇവരെല്ലാവരും കൂടി കേക്കും കൊണ്ട് സർപ്രൈസ് ആയിട്ട് നമ്മുടെ വീട്ടിൽ വരും കേട്ടോ. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. Love you. On the way, happy birthday. കൊള്ളാട്ടോ മഴ, അതുപോലെ അനന്തു. നല്ല ഫീല്. വർത്താനം പറഞ്ഞ് ഹാപ്പി ആയിട്ട് 12 മണിയായി. അങ്ങനെ ഒഫീഷ്യലി 16th ആയി. ജൂൺ 16th എന്റെ ഒഫീഷ്യലി 31. അതെ, ഒഫീഷ്യലി 31 എന്റെ കുഞ്ഞു ബേബിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഞങ്ങൾ കുറച്ചു നേരം ചിക്കിരിക്കും. അനങ്ങി പോവരുത്, അവിടെ ഇരിക്കണോ? അനങ്ങി പോവരുത്. ഹാപ്പി ബർത്ത്ഡേ. എന്ത് കഷ്ടപ്പെട്ടാണ് പിടിച്ചിരുത്തിയെന്നറിയോ മനുഷ്യൻ. ഗേറ്റ് പൂട്ടണ്ടായിരുന്നു, TV വെക്കാനെന്തു. കൊറച്ചേരം കഴിഞ്ഞിട്ട് അങ്ങ് പൂട്ടാന്ന്. എടാ ഒന്ന് പിടിച്ചു നിർത്തണ്ടേടാ. എന്ത് ചെയ്താലും മനുഷ്യന് മനസ്സിലാവും. പക്ഷെ ആരെ വന്നേന്ന് അറിയില്ലല്ലോ. അത് എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. അല്ലേ അമ്മ ചേച്ചി? അപ്പൊ ഇവരവിടെ കണ്ടോ? എല്ലാവരും എക്സ്പെക്ട് ചെയ്തേ ഇപ്പൊ വരൂന്ന്. കൊച്ചേർക്ക ഉറക്കം വന്നെന്ന്. ഞങ്ങള് ചെറുതായിട്ടൊന്ന് വീണിട്ടൊക്കെ ഇരിക്കും കേട്ടോ. അല്ലേ? ഗേറ്റിൽ ചെറുതായിട്ട് വീണിട്ടൊക്കെ ഇരിക്കണം. പക്ഷെ ചില്ലാണല്ലോ അമ്മേ. ഇതുവരെ അനന്തുവിന് സ്വന്തം പേരില് കേക്ക് മുറിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഒന്നില്ലെങ്കിൽ എണ്ണുണ്ടാവൂല, അല്ലെങ്കിൽ കൂടുതലായിരിക്കും. അനഡൂന്നായിരിക്കും അല്ലെങ്കിൽ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഓപ്പൺ ചെയ്യാനുണ്ട്. ഞാൻ ആഗ്രഹിച്ച് ഞാൻ കുറെ നാളാ തിരക്കിടുന്ന സാധനം. എത്ര സ്ഥലത്ത് കയറി ഞാൻ നോക്കി, ഒരിടത്തും കിട്ടുന്നുണ്ട്. അതിനാണ് തന്നേന്ന്. നിക്കറിട്ട് നടക്കരുതെന്ന്. കറക്റ്റ് അനന്തു. പെർഫെക്റ്റ് ഫിറ്റ്. പോണം ഗൈസ്. അമ്മൂന് ഇപ്പൊ 2 ഉറക്കം കഴിയാനുള്ള സമയം കേട്ടോ ഇപ്പൊ ഇത്. അല്ലേ? എന്താണ്? ആ റോളന്റെ അടുത്തോട്ട് പോകണ്ടട്ടാ. പോണ്ട, പുറകോട്ടല്ല. കൊച്ചേർക്ക റോളോക്കി കൊടുക്കട്ടെ. പിന്നെ അമ്മ ചേച്ചി ബൈ. വീട്ടിൽ പോയി ഉറങ്ങൂ. ബൈ. റോളോ ചേട്ടനെ കൊറ കഴിഞ്ഞാ? കൊറക്കല്ലേ റോളോ ചേട്ടൻ ഇനി? റോളോ സിറ്റ്. ഗുഡ് ബോയ് ആണ്. ഗുഡ് ബോയ്. ഇന്നലത്തെ ബർത്ത്ഡേ ബ്ലാസ്റ്റിന് ശേഷം
ഞാൻ പയ്യെ സംസാരിക്കുന്ന വേറെ ഒന്നും അല്ല കേട്ടോ, അനന്തുവിന് കേൾക്കാൻ പറ്റും ഇപ്പൊ പറയണ കാര്യങ്ങള്. അപ്പൊ ഇന്നലത്തെ ബർത്ത്ഡേ ബ്ലാസ്റ്റിന് ശേഷം ഇന്നിനി ഈവനിങ് ഇത്ര നേരം ഞാൻ അനന്തുവിനെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റ പരിപാടി ഒന്നും പ്ലാനില്ലേ ബർത്ത്ഡേ പ്ലാൻ ഒന്നും ഞാൻ ചോദിച്ചോണ്ടിരിക്കായിരുന്നു കേട്ടോ. അപ്പൊ വൈകുന്നേരം നമ്മള് എല്ലാവരും കൂടി ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഡിന്നർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അനന്തുവിനോട് പറഞ്ഞേക്കണം നമ്മൾ രണ്ടുപേരും മാത്രമേ ഫുഡ് കഴിക്കാനായിട്ടുള്ളൂ എന്നുള്ളതാണ്. അവിടെ അനന്തുവിന്റെ ഫ്രണ്ട്സും എല്ലാവരും വരും, ഒരു സർപ്രൈസ് ആവുമല്ലോ. അനന്തുവിന്റെ ഇഷ്ടമുള്ള അനന്തുവിന്റെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ഉണ്ടാവും. എവിടെയെന്ന് വെച്ചാൽ District 7 പോകണം. അപ്പൊ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അനന്തുവിനെ നാക്കിൽ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് പോകണം. ഓൾറെഡി അമ്മും അനന്തുവിന്റെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ സെറ്റ് ആയിട്ടുണ്ടാവും. നമ്മളപ്പോൾ അങ്ങോട്ട് ചെല്ലുക, അതാണ് പ്ലാൻ. ആ ഒരു ഫ്രണ്ട്സ് ആണ് അനന്തുവിനുള്ള സർപ്രൈസ്. സത്യം പറഞ്ഞാൽ കഫേയിലേക്ക് പോയിട്ട് ബാക്കി ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ കേട്ടോ. നമ്മളിതേ കംപ്ലീറ്റ്ലി അങ്ങനെ റെഡി ആയിട്ട് പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുക കേട്ടോ. നല്ല രസമുണ്ട് അനന്തു കാണാനായിട്ട്. ബ്ലാക്ക് ഔട്ട്ഫിറ്റും അതുപോലെ സ്പെക്കൊക്കെ ഇട്ടിട്ട് നല്ല ലുക്ക് ഉണ്ട് കാണാൻ വേണ്ടി. അനന്തു ഓട്ട് ഫീൽ തുടങ്ങിയിട്ടോ. ഞാൻ ക്യാമറ നോക്കിയപ്പോ അനന്തു ഒരു ഷൈ ഫേസ് കാണിക്കും. എന്താ പറ എന്തെങ്കിലും പറഞ്ഞിട്ടോ, എന്തെങ്കിലും പറ. ബർത്ത്ഡേ അല്ലേ ഇന്ന്? ചെറിയ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആണോ? എന്ത് ദൈവമേ, കണ്ടറിയ എന്താണ് അവസ്ഥ. ഞാനാണ് സർപ്രൈസ് തരണേ അല്ലേ? പിന്നെ ചുമ്മാ ഞങ്ങള് വെറുതെ എന്ത് ഞാൻ ഒരു ഹൈപ്പും കാര്യങ്ങളും തരണ കേട്ടോ. ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ പുറത്തേക്ക്. എല്ലാ ബർത്ത്ഡേക്കും എല്ലാരും കൂടിയുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇപ്രാവശ്യം ഓർത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി നല്ല അടിച്ചു പൊളിച്ച് ഞങ്ങൾ ആഘോഷിക്കാന്ന് ഓർത്തു. ചുമ്മാ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം, അത്ര ഉള്ളൂട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ വേറെ പ്ലാൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് പോയാലോ? പോവാം. എന്റെ ഡ്രസ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യട്ടോ. കൊള്ളാമോ എന്ന് പറ. ഇഷ്ടപ്പെട്ടോ? ഒന്ന് കോംപ്ലിമെന്റ് താ മനുഷ്യ. സുന്ദരിയായിട്ടൊരു ഭാര്യ ഇവിടെ നിക്കാൻ നേരത്ത്. എഞ്ചിക്കട്ടോ കുഞ്ഞമ്മ എങ്ങനെയുണ്ടാ? സുന്ദരി ആയിട്ടുണ്ടാ? ആ ഓക്കെ, പറഞ്ഞു ഞാൻ മേടിപ്പിച്ച്. ബർത്ത്ഡേ ബോയ് നല്ല കിടില മഴയിലെന്തു. ഫ്രണ്ടിലെ വണ്ടി കാണാത്ത അത്ര രീതിയിലുള്ള മഴ, നല്ല മഴ. അല്ല വേറെ മാർഗമില്ല, ബർത്ത്ഡേ വഴിക്ക് ഇന്നലെ ഇറങ്ങണ്ടേ. ഭയങ്കര മഴ കേട്ടാ, ഇങ്ങനെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഴ. അയ്യോ, ബൈക്കിനാണെങ്കിൽ പെട്ടാനെ ഇന്ന്. അനന്തേ, നമുക്ക് സ്റ്റാർബക്സിന്ന് ഒരു കോഫിയും കുടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഓക്കെ? എന്താ മുഖം വല്ലാണ്ടിരിക്കണ? എന്താ ഉണ്ടല്ലോ? ഹാപ്പിയാണോ? ഓക്കെ. അപ്പോ കോഫിയും കുടിച്ച് പയ്യ ഒന്ന് വല്ലതും കഴിച്ചിട്ടൊക്കെ അങ്ങനെ ഇറങ്ങാന്ന് വിചാരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് വലിയ പ്ലാൻസ് ഒന്നുമില്ല. ചുമ്മാ ഒന്ന് ഫുൾ ഒന്ന് ഔട്ടിംഗ് ഒക്കെ ആയിട്ട് അല്ലേ കൂടാന്ന് ഓർത്തിട്ട് അങ്ങനെ ഇരിക്കണേ. ഭയങ്കര അഭിനയമാണ് ഇവിടെ തുടങ്ങിയത്. ഞാൻ പിന്നെ കൊറേ കണ്ടില്ലേ കേട്ടില്ലെന്ന് അടിച്ചിരിക്കുകയാണ്. ആയിക്കോട്ടെ, മനസ്സിലായ ചായ കുടിക്കണം. ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് എല്ലാം കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാം. ഓക്കെ, ചായ കുടിക്കുന്നു, ഞങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നു, വീട്ടിൽ പോകുന്നു, ഉറങ്ങുന്നു. സിമ്പിൾ ആസ് ദാറ്റ്. ഞങ്ങൾ അങ്ങനെ കോഫിയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. വല്ലതും കഴിക്കാനായിട്ട് പോട്ടെ, കാരണം കോഫി ക്രേവിങ്സ് വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കോഫി കുടിക്കേണ്ടത് വൃത്തിയിലാണ്. എന്ത് അപ്പൊ നമുക്ക് എന്താണ് ഒരാക്കല്. അനന്തുവിന് ഏകദേശം അറിയാട്ടോ എന്തൊക്കെയാ എന്റെ പരിപാടികളെന്നുള്ളത്. സത്യം പറഞ്ഞ പിന്നെ അവരെല്ലാരും കൂടി വരാൻ വേണ്ടിയാ ഞാൻ ഒന്ന് പോസ്റ്റ് കൊടുത്തി സ്റ്റാർബക്സിന്റെ ഇവിടെ. അല്ലെങ്കിൽ എല്ലാരും വന്നിട്ട് നമുക്ക് കയറാന്ന് വിചാരിച്ചിട്ടാട്ടോ. അതുകൊണ്ടിട്ട് മാത്രം ഇപ്പൊ ഇവിടെ നിർത്തിയ. പയ്യ അനന്തുവിനോട് കയറട്ടെ. അവിടെ ഇപ്പോൾ ഓൾറെഡി എല്ലാവരും എത്തിയട്ടോ. അപ്പൊ ചെല്ലട്ടെ അങ്ങോട്ട്. അനന്തുവിനെ കൊണ്ട് District 7 മാപ്പ് പിടിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണല്ലേ? നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. കോഫി കയ്യിലെടുത്തു കേട്ടോ അല്ലേ? ഓരോ ആയിക്കും ഓരോ അർത്ഥം ഉണ്ടല്ലോ. എന്താ മനുഷ്യ? കോഫി കയ്യിലെടുത്തു. ഇനി നമ്മള് എന്താണ് വല്ലതും കഴിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. അനന്തുവിനെ കൊണ്ട് മാപ്പ് പിടിച്ചിട്ടുണ്ട്. അവിടെ പോയി വല്ലതും കഴിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. ശരി, ഡൺ. ഓക്കെ. വെങ്കായോ, മഞ്ഞൾപ്പൊടി അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ ചാനൽ ഓർമ്മ തന്നെ. നല്ല മഴ, നല്ല ചൂട് കോഫി, രസമുണ്ട് അല്ലേ അനന്തു? ഒരു സോങ്ങും കൂടി ഇട്ടാ വൈബല്ലേ? അനന്തു അങ്ങനെ കോഫി ആസ്വദിച്ച് കുടിക്കാൻ തുടങ്ങിയല്ലേ? ചോക്ലേറ്റ് കോഫി. അപ്പൊ ഇനി മുതൽ നമ്മുടെ ലിസ്റ്റിൽ ഇതും. നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. എന്ത് കൊടുക്കുമെന്ന് അറിയാം. റോഡ് ഭയങ്കര മോശമല്ലേ? മഴക്കാലത്ത് ഇങ്ങനെ കേട്ടോ, റോഡുകളെല്ലാം ഇങ്ങനെ തന്നെ അവസ്ഥ. കോഫി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ഇനി പകുതിയെ കുടിച്ചിട്ടുള്ളൂ. അനന്ത് അവിടെ തച്ചിന് അടിക്കുന്നുണ്ട്.
ഗൈസ് ഡിസ്ട്രിക്ട് 7. നമുക്ക് പാർക്കിംഗ് കിട്ടിയില്ല കേട്ടോ, നല്ല മഴയുണ്ട് അല്ലേ. ഓടിയാലോ, റൺ റൺ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എപ്പോഴും ഞങ്ങള് പുറത്തിറങ്ങിയാലും മഴയാണല്ലേ. സ്പെക്ക് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ഉള്ളപ്പോ എടുക്കണം നമുക്ക്, വേണ്ട. ഓക്കെ, പാർക്കിംഗ് ഫുൾ ഫില്ലാട്ടോ. കേറാം. നനഞ്ഞ് രണ്ടും നനഞ്ഞ് ചീഞ്ഞ് നോക്കി, എന്റെ മേത്ത് മുഴുവൻ സ്പോട്ടായി. നനഞ്ഞോണ്ട് വന്നേക്കണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. എങ്ങനെയുണ്ട് ഡെക്കറും കാര്യങ്ങളൊക്കെ? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? നോക്ക്, ഡെക്കറൊക്കെ നോക്ക്, ഇതൊക്കെ നോക്ക്. കണ്ടോ? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടാ? വായോ, കേറ്, അകത്തോട്ട് കേറ്. ഹലോ ഗൈസ്, കുറേ നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യണേ ആണല്ലേ? എത്തണ്ട നിങ്ങളെല്ലാരും, സ്റ്റാർബക്സിൽ കണായിരുന്നു. ആണോ? കണ്ട കാറ് കണ്ട? പിന്നെന്തൊക്കെ കണ്ട്? ഞാനപ്പോ കണ്ടു. സ്പെഷ്യൽ സാധനം അല്ലേ സോനു ബ്രോ? എന്ത് കാണിച്ചേ? ലുക്ക് കാണിച്ചേ, പോസ് തന്നെ. ഓ ഹലോ, എന്താണ് അറിയോ? ഇന്നലെ വിളിച്ചിട്ട് മുട്ടൻ തള്ളു അല്ലേ, ചെന്നൈയില് വർക്കുണ്ടെന്ന്. കേക്ക് വന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇവര് ഡെക്കർ ചെയ്തേക്കണം നല്ല ഇഷ്ടപ്പെട്ടു. കണ്ടോ, ഇത് ഗായത്രി ചേച്ചിയാണ്ട്, ഡെക്കറല്ല. ഹലോ, എല്ലാരും ഞാൻ വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാമേ. ആ അതെ, ബർത്ത്ഡേ ബോയുടെ അളിയനും പെങ്ങക്കോളാണത്. അനന്തു എങ്ങനെയുണ്ടായി? സർപ്രൈസ് ആയാ? ഇത്രയും ദിവസം ഇത്ര നേരം എന്നെ ഇതാക്കിക്കൊണ്ടിരിക്കണായിരുന്നു. ഒന്നുമില്ലേ? പക്ഷെ അടിപൊളിയായില്ലേ? എല്ലാരെയും കണ്ടപ്പോ ഹാപ്പി ആയില്ലേ? എനിക്കറിയാം ഇവരെ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്ന അറിയാം. ഇവരാരും എക്സ്പെക്ട് ചെയ്യില്ലെന്ന് എനിക്കറിയാം. പിന്നെ അനന്തുവിന് ഹാപ്പി ആയിക്കോട്ടെ എന്ന് കരുതി, സെറ്റ് അല്ലേ, എല്ലാരും കൂടി വൈബാവട്ടെ എന്ന് കരുതി. ഇങ്ങനെ രണ്ട് ഗ്യാങ്ങായിട്ട് മാറിയിരിക്കാൻ പറ്റില്ല കേട്ടോ. പരിചയപ്പെട്ട ഇവരെയൊക്കെ കണ്ട? ധനം, ജസ്റ്റിൻ, പറഞ്ഞ പേരെന്ന് പറഞ്ഞേ. കണ്ട വെറൈറ്റി ആയിട്ട് പറയണ. അനന്ത് എങ്ങനെ ജസ്റ്റിൻ പേര് പറയണ? എന്റെ പേര് ജസ്റ്റിനാണിത്. കണ്ട? ധനം, എച്ചു, ജോണി എല്ലാരും ഉണ്ട് കേട്ടോ. നമ്മള് വ്ളോഗും കണ്ടുമുട്ടിയപ്പോൾ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അനന്തു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മു നീ ഇളകിയാ? ഇങ്ങനെ ഇളകിയാ? അങ്ങനെ ഇളകി അമ്മുനത് ഇഷ്ടപ്പെട്ടെന്നാണ് അർത്ഥം. ഒരു സൈഡിൽ നിന്ന് ഈ അറ്റം വരെ നമ്മുടെ പിള്ളേരാട്ടോ. സത്യം പറഞ്ഞാൽ കണ്ണെത്തണില്ല, സംസാരിക്കാൻ പറ്റണം എല്ലാരോടും. അനന്തു ഹാപ്പി ആയാ? ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങിയിട്ടേ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. ഇത്രയുള്ള വേറൊന്നും ഇല്ലേ പോരെ ഇത്ര. നമ്മുടെ സ്റ്റാർട്ടേഴ്സ് ഒക്കെ വന്നോട്ട്. ഇത് കണ്ടോ? ഇതൊക്കെ എന്താന്ന് അറിയില്ല കേട്ടോ. അതാ എത്തണില്ല, നോട്ടം എത്തണില്ല ഒരു സൈഡിൽ നിന്ന് ഈ അറ്റം വരെ. സ്റ്റാർട്ടേഴ്സ് വന്ന് വയറ് നിറച്ച് കഴിച്ചല്ലേ? വയറ് നിറഞ്ഞു. അതെ, എന്നാലും ഇനി നമുക്ക് മെയിൻ കോഴ്സ് പറയണം, ഡെസേർട്ട് പറയണം, അങ്ങനെയൊക്കെ ഉള്ള സ്ഥലമുണ്ട്. ഇവിടെ അനന്ത് ഇവിടെ തകർത്ത് വർത്താനത്തിലാണ് ഭയങ്കര. സീരിയസ്ലി മെനു കണ്ട് നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവട്ടെ എന്താ പറയണ്ടെന്നുള്ളത്. നിറയെ ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഇവിടുത്തെ കുറച്ചൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമാട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ. എന്താണ് തല്ലിപ്പിരിയോ നിങ്ങളെന്ന്? ചോക്ലേറ്റിന് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു ഡൗട്ടും വേണ്ട, രണ്ടും പതിക്കറി പിടിക്കൂന്ന് എനിക്കറിയാം. കഞ്ഞിയില്ല. കഞ്ഞി ഉണക്കമീനൂടെ കിട്ടൂല. മുട്ടോർത്ത കിട്ടൂല. ഇതാണ് ഇവിടെ ഈസ്റ്റർ അപ്പം പറഞ്ഞത്. നിങ്ങൾ എല്ലാവരാണോ? കൊള്ളാട്ടാ. എന്നാലും നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സ്ഥിതിക്ക് വന്ന് നോക്കണ്ട എന്താണെന്നുള്ളത്. കണ്ട കഴിക്കണം. എക്സ്പ്രഷൻ ഇടാന്നിട്ട്. നമ്മളെപ്പോഴും കാണാറുള്ള കത്തിച്ച ചെമ്മീൻ. ഇത് ബോട്ട്ക്കയാണ് അല്ലേ? അന്തു കൈ കാണിച്ചാണെന്തു ബോട്ട്ക്ക വേണ്ട, ഒരു കൈ കാണിച്ച് ഒഴിച്ചു തരൂ കേട്ടോ. ഓ നൈസ്. കത്തി തീർന്ന് ഇത്രേ ഉള്ളൂ.
നമ്മൾ ഏകദേശം ഫുഡ് അടി പരിപാടികളൊക്കെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടോ. എല്ലാരും ദേ പോകാനോ ഒക്കെ ആയിട്ടുള്ള തിരക്കിലൊക്കെ നിക്കുക. എങ്ങോട്ട് ഫ്രെയിം വെച്ചാലും സോനു ബ്രോ ഇതൊരു പ്രത്യേക കഴിവാണ് കേട്ടോ. ഇത് ക്യാമറ വെക്കണടുത്ത് വന്നിരിക്കണ കുമ്പിടിയാണ്. ഇവിടെ വെച്ചാലും സോനു ബ്രോ, അവിടെ വെച്ചാലും സോനു ബ്രോ ആണല്ലേ. ഇറങ്ങുവാണോ നിങ്ങളപ്പ? ബൈ ബൈ. നല്ല ഔട്ട്ഫിറ്റ് കേട്ടോ ഇന്ന്, നല്ല ഭംഗിയുള്ള ഔട്ട്ഫിറ്റ്. സെസ്കി സ്നേഹ കൊള്ളാല്ലേ? സെസ്കി സ്നേഹ കോംപ്ലിമെന്റ് അല്ലേ? കോംപ്ലിമെന്റ് അല്ലേ? അല്ലേ? ബൈ ബൈ, കാണാം അല്ലേ? ഞങ്ങൾ ഇവരൊക്കെ പോവാണ്. ബൈ ബൈ. ഈ വ്ളോഗില് സനീപ്ര നമുക്ക് 2 വർത്താനം പറയണേന്. അങ്ങനെ അടുത്ത സെലിബ്രേഷൻ നമ്മളിവിടെ ഭംഗിയായിട്ട് നടത്തി. സെലിബ്രേഷൻസ് അതെ ഭംഗിയായി നടത്തുന്നതാണ് നമ്മുടെ ഒരു മെയിൻ. ഇങ്ങനെ കുറെ നാൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ. നമ്മുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്ന വേറൊരാളൂടെ ഉണ്ട്. പുള്ളിയാണ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എപ്പൊ വിളിച്ചാലും ഇവിടെ അതെ കിഡ്ലനായിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും നാളെ ഇവിടെ ചെയ്ത ഇത്രയും കിടലായിട്ട് നമുക്ക് ചെയ്തു തന്നിട്ടില്ല. ഇത്രയും ടേബിൾ ബുക്ക് ചെയ്യണം അല്ലേ? എന്നാലും ഇത്ര ചെയ്യാൻ പറ്റും. പരിപാടി ഉറയില്ലേ? കൊള്ളായിരുന്നു. എനിക്ക് ഡൗട്ടായിരുന്നു 2 ദിശയിൽ നിന്നുള്ള 2 ആൾക്കാരെ വിളിച്ചു വരുമ്പോഴത്തേക്കും സെറ്റ് ആവുമെന്നുള്ള. പക്ഷെ ഇവരെല്ലാരും കൂടി പരിചയപ്പെട്ട് എല്ലാരും കൂടി വൈബായി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ വ്ളോഗാണ്. അവിടെയും കാണും ഇവിടെയും കാണും സോനു ബ്രോനെ. നീ ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പി. വൈബ് അതാണ്. അതാരാണോ വിളിച്ചു പോണ ഇവിടെ കൂടി? ഹലോ. ഇവരെ ഇറങ്ങുവെന്ന് പറഞ്ഞു കേട്ടോ. ഇതെല്ലാം നമ്മുടെ ബഡീസ് ആണ്, അനന്തൂടെ ബെസ്റ്റീസ് ആണ്. ഞങ്ങൾ എപ്പോഴും ഇവരുടെ ഫ്ലാറ്റിലൊക്കെ പോയി ഹാങ് ഔട്ട് ചെയ്യണം കേട്ടത്. ജസ്റ്റിന്റെ ഫ്ലാറ്റ് അല്ലേ? നമ്മുടെ അമ്മൂനെ പോലെ ഒരു ക്യൂട്ട് സാധനം അല്ലേ? ധനഞ്ജയ്, ലച്ചു, ജോണി, ജസ്റ്റിൻ. ജസ്റ്റിനെ പറഞ്ഞ പേര് അമ്മോ. നിന്നെ പറഞ്ഞത് എന്റെ എല്ലാ വ്ളോഗിലുണ്ട് ഇപ്പൊ. അങ്ങനെ ഞങ്ങള് പൊളിച്ചോട്ടെ. ഇഷ്ടപ്പെട്ടോ? ഹാപ്പിയായി. എനിക്കറിയാം, അത് ഞാൻ ചോദിക്കണ്ടില്ല. വേറെ ഇറങ്ങാൻ നിക്കുവാട്ടെ എല്ലാരും. ഞാൻ വർത്താനം പറഞ്ഞ ഇവരെയൊക്കെ പറഞ്ഞൊക്കെ വിളിച്ചു. അങ്ങനെ നമ്മൾ ഫുഡ് അടി എല്ലാം കഴിഞ്ഞ് നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ പോവാണ്. ഇതാരാണ്? ഓഫ്, പേടിച്ചു പോയി ഞാൻ. എന്തീ പൊക്കത്ത് കൂടി വന്നേന്ന്. അതെ, വീണ്ടും കുമ്പിടി കൊടയിട്ട് വന്നേക്കണേ കണ്ടാ. വാരാൻ വേണ്ടി ഞങ്ങൾക്ക് ഇവിടെ സോനുബ്രോ മാത്രമേ ഉള്ളൂ കേട്ടോ. സ്നേഹത്തോടെ ഞങ്ങൾക്ക് എന്തും പറയാ സോനുബ്രോനല്ലേ? അതാണ് അല്ലേ? 2 തെറി വിളിച്ചാൽ സോനുബ്രോ കേൾക്കൊന്ന്. പുതിയ ചാനലൊക്കെ ഉണ്ട് കേട്ടോ സന സിസ്റ്ററിന് അല്ലേ? അയ്യോ സോറി, സിസ്റ്റർ അല്ല, ഡോക്ടറാണ് കേട്ടോ. മാറിപ്പോയി. ഡോക്ടർ സനയ്ക്ക് പുതിയ ചാനലൊക്കെ ഉണ്ട് അല്ലേ? അതെ. അപ്പൊ എന്തായാലും നോക്കിയേക്കാതെ. ആളുടെ ഹസ്ബൻഡ് ആണെന്ന് കണ്ടോ? Thank you for the invite. Birthday was nice. And yes, one genuine good soul. ഹാപ്പി ആയോ? എല്ലാരും ഹാപ്പി അല്ലേ നിങ്ങള്? ഞാനെങ്കിൽ വീട്ടിൽ പോയിക്കോട്ടെ. അപ്പൊ ബാക്കി ബൈ. എന്തിനുള്ള സർപ്രൈസ് മുറിയിലുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും ഓൾറെഡി വന്നിട്ടുണ്ട്. റൂമിലുണ്ട് എല്ലാവരും. വരട്ടെ എന്ത്. ഓൾറെഡി അമ്മയും ചേട്ടനും അബി എല്ലാവരും മുറി വന്നിരിപ്പുണ്ട് കേട്ടോ. അവർ നേരത്തെ ഇറങ്ങിയത് അതിന് വേണ്ടിയിട്ടാണ്. റൂമിലുണ്ട് എല്ലാവരും. അനന്തോടെ ഗേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കണേ. വരട്ടെ കേട്ടോ. ഇതൊട്ടും എക്സ്പെക്ട് ചെയ്യില്ല, എനിക്ക് ഉറപ്പാണത്. ഹാപ്പി ബർത്ത്ഡേ പറ കുഞ്ഞി. ഒരു പെണ്ണിന്റെ വാച്ചാണ് ഞാൻ ഓഫർ ചെയ്തിട്ടുള്ളത്. മിണ്ടാണ്ടിരുന്നാ നീ ശരിക്കും കൊടുക്കേണ്ടി വരും കേട്ടോ അവന്. അല്ല എന്തായിരിക്കും ഊഹിക്കാൻ പറ്റുമോ? തുറക്കിനി എന്തായാലും. PS5 അടുത്ത ബർത്ത്ഡേ അല്ലേ ജി? ഇപ്പൊ കൺസോൾ അഡ്ജസ്റ്റ് ചെയ്യണം. കൺട്രോളല്ലേ? കളിക്കാനുള്ള സാധനം കൂടി വന്നു. ചേട്ടാ സന്തോഷമായോ? ടി വി കളിക്കാന്ന് പറയണപ്പോ ഇത്. ഇത് പക്ഷെ ഇതിന്റെ മറ്റേ പ്ലേ സ്റ്റേഷൻ ആണല്ലോ. അതിനിപ്പോ എന്ത് ചെയ്യും? എങ്കിൽ അത് കൊടുക്കാല്ലേ? ഗെയിം കളിക്കണ സാധനമാണിത്. അതൊന്നും ഡൗട്ട് അടിച്ചൊന്നുമില്ല. അതൊന്നും ഡൗട്ട് ഇല്ല, സീരിയസ്ലി. ഇത് നമ്മുടെ കത്രിക ഉണ്ട് അവിടെ. ഞങ്ങളുടെ സന്തോഷമാണ്. ഹാപ്പി ആയോ? അതെ. കൺട്രോളർ ഒളിപ്പിച്ചു. എൻജോയ് സ്പൈഡർമാൻ. എൻജിന്റെ വക.
ഒരു ഗെയിം കാണിക്ക് അൺടിൽ ഡൗൺ. സന്തോഷം. കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടാ ഇത്. അയ്യോ എങ്ങനെ ഉണ്ടായി ഇന്നത്തെ ദിവസം? സർപ്രൈസ് ഒക്കെ കൊടുത്തേട്ടാ. ഫ്രണ്ട്സ് വന്ന് ഞങ്ങൾ ഇന്നലെ നൈറ്റ് സെലിബ്രേറ്റ് ചെയ്യല്ലേ, കേക്കൊക്കെ മുറിച്ചിവിടെ. എഞ്ചുകൂട്ടിന് ഉറങ്ങിപ്പോയി ഇന്നലെ രാത്രി. എണീറ്റ് വന്നാണോ? കുഞ്ഞമ്മ പൊന്നിയാണത്, കുഞ്ഞമ്മ പൊന്നി. നമ്മളെ ക്ലാസ്സിൽ പോകേണ്ട ചെക്കനാട്ടാ. അനന്തു ഹാപ്പി ആയിരുന്നു ഇന്നത്തെ ദിവസം മുഴുവൻ, അത്രക്ക് ഇഷ്ടപ്പെട്ട്. സെറ്റ്. ഇവര് നേരത്തെ കഫേന്ന് അവിടെ നിന്ന് ചാടി പോന്നിട്ട് അല്ലെ, ചാടി പോകുന്നു. അതെ, അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് എല്ലാം സെറ്റ് ചെയ്ത്. അബി മുത്താണ് നീ ചേട്ടാ. മനസ്സിലായിട്ടേ ഇല്ല കേട്ടോ. ഇല്ല, അനന്തൊരു മനസ്സിലായില്ലോ. ചോദിച്ചു, അന്ന് ചോദിച്ചു എന്താണ് അവര് നേരത്തെ പോയത്. അനന്തു എന്നോട് 2 പ്രാവശ്യം ചോദിച്ചു, അമ്മ എന്താ നേരത്തെ പോയി, എല്ലാരും നേരത്തെ പോയെന്നവരൊന്നും പറഞ്ഞില്ല, എന്താ കാര്യം? എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ? ഇയാളുടെ ഒന്നും വർക്കാറില്ല. ഞാൻ പറഞ്ഞ വീട്ടിലേക്ക് പോവാൻ പോയതാണ്. അപ്പൊ ക്ലാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു പോന്നേക്കും. അത് മാത്രല്ല, ഷൂസ് അവിടെ ഇരുന്ന് കഴുകണ ഒരാള് ഇങ്ങോട്ട് കേറണ്ടേന് പകരം. അയ്യോ ഭാഗ്യം. അങ്ങനെയില്ലേ, ഒരു ഫുൾ ഡേ ഓഫ് ബ്ലാസ്റ്റിംഗ് ആട്ടോ കഴിഞ്ഞത്. ഇന്നലെ നൈറ്റ് അബീനോടും ചേട്ടനോടൊക്കെ കേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ ഡൗട്ട് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാ. പക്ഷെ വീട്ടിലും എനിക്ക് എന്തെങ്കിലും സെലിബ്രേറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടിട്ട് രാത്രി കേക്ക് കട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ ഇന്നലെ നൈറ്റ് സെലിബ്രേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ മുതൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലേ ചാരു, എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ എല്ലാ ദിവസം രാവിലെ പോകണാണല്ലോ നമ്മള് ബർത്ത്ഡേയുടെ അന്ന്. അങ്ങനെ എന്തെല്ലാം ചോദിച്ചപ്പോ ഇന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ പ്ലാൻ ഒന്നുമില്ല, നമുക്ക് വെറുതെ ഒന്ന് പുറത്തേക്ക് വൈകുന്നേരം ഡിന്നറിന് കഴിക്കാറങ്ങാന്നൊക്കെ പറഞ്ഞ അങ്ങനെ സ്റ്റാർബക്സിൽ പോയി കുറെ നേരം കുത്തിയിരുന്ന് എല്ലാരും കൂടി വെയിറ്റ് ചെയ്യാൻ വന്നവരോടെ കാത്തിരുന്നുണ്ടോ സ്റ്റാർബക്സിൽ. അത് കഴിഞ്ഞ് എല്ലാരും വന്നു കഴിഞ്ഞിട്ട് അവിടെ പോയി വൻ ബ്ലാസ്റ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. സർപ്രൈസ് ആയ ഫ്രണ്ട്സിനെല്ലാം കണ്ടിട്ട്. അടിപൊളി. എന്റെ ലൈഫില് ഏറ്റവും നല്ല ബർത്ത്ഡേകളിൽ ഒന്നാണ്. നീ വന്നപ്പോ തൊട്ടാണ് എനിക്ക് ബർത്ത്ഡേ ഒക്കെ സ്പെഷ്യൽ ആയി തുടങ്ങിയത്. അതില് എനിക്ക് ഒരു ബർത്ത്ഡേ ബ്ലാസ്റ്റ് ചെയ്ത നമ്മള് കുട്ടനാട് പോകണമായിരുന്നു നമുക്ക്. അതൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷെ നടന്നില്ല കേട്ടോ. വെള്ളം കയറിയേക്കൊണ്ട് കുട്ടനാട് അങ്ങനെ ആ പ്ലാൻ ഒന്നും നടന്നില്ല. അങ്ങനെ ഹാപ്പി ആയിട്ടൊരു ദിവസം കൂടി കടന്നു പോയി ഗൈസ്. ഞങ്ങക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പീരീഡ് കാണാം. അതുവരേക്കും ബൈ.